അതാ ഇദ്ദേഹമാണോ അങ്ങനെ ചോദിക്കുന്നതിന് അതിലൊരു ശരിയായ രീതി ഇല്ലല്ലോ. ഒരു കുടുംബസമേതം ഒരു നിങ്ങൾ കുടുംബസമേതം പോകുമ്പോ നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അത് നിങ്ങളുടെ സ്പോൺസർ ആണെന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യം തോന്നുന്നു. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ. അതിനുള്ള ആസ്തിയൊക്കെ ഉണ്ട് മുഖ്യമന്ത്രിക്ക്, ഒരു സംശയം വേണ്ട. എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. നിങ്ങളുടെ ഉത്കണ്ഠയായിട്ട് ഇരുന്നോട്ടെ, എന്റെ മറുപടിയായിട്ട് ഇരുന്നോട്ടെ. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. ഞങ്ങൾക്ക് മാത്രമൊന്നും പാടില്ല എന്നൊന്നും നിങ്ങൾ വിചാരിച്ചങ്ങനെ സംസാരിക്കല്ലേ. ആണോ? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ളൊരു തൊട്ടിക്കൂട്ടുകാരൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ലാരും. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും രാജ്ഭവൻ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. ഗവർണർ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് അറിയിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവർണർ എല്ലാ കാര്യങ്ങളും കീഴ്വഴക്കം ലംഘിച്ചല്ലേ ഇരിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഗവർണർ അറിയിക്കണമെന്ന് ഒരു വരത്ത് എഴുതി വെച്ചിട്ടൊന്നുമില്ല. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. ഈ ഇടയ്ക്ക് അലുവ വാങ്ങാനൊക്കെ ഗവർണർ പോയല്ലോ, അതൊന്നും നമ്മളെ അറിയിച്ചിട്ടൊന്നും പോയിരുന്നല്ല. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? അതൊന്നും പൊതുവിതരണ വകുപ്പ് പുറത്ത് വിട്ടിട്ടൊന്നുമില്ല. എന്റെ പൊന്നുനായിട്ട് അവരൊക്കെ അറിയിക്കണം. ഞാൻ പോയി വരട്ടെ മക്കളെ, 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.